എന്തുകൊണ്ടാണ് വേൾഡിൽ സ്ട്രോങ്ങസ്റ്റും പവർഫുള്ളുമായ ഹണ്ടേഴ്സ് ഉണ്ടായിട്ട് സൺ ജിൻവുവിനെ സിസ്റ്റം ചൂസ് ചെയ്തത്? വാ നോക്കാം. ഷാഡോ മൊണാർക്കായ ആഷ്ബോണിന് ഒരു വെർത്തി സക്സസറിനെ വേണം. അതും തന്നെ പോലെ തന്നെ ഒരുപാട് ബിട്രയൽ ഏറ്റുവാങ്ങിയിട്ടുള്ളതും ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടും ഗിവ് അപ്പ് ചെയ്യാത്ത ഒരാളെ. ആഷ്ബോൺ ആവട്ടെ മൊണാർക്കാലും റൂളേഴ്സാലും ബിട്രേ ചെയ്യപ്പെട്ടതാണ്. പിന്നെ ഒരുപാട് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയായിരുന്നു ആഷ്ബോണിന്റെ മെയിൻ ക്രൈറ്റീരിയാസ്. അപ്പോഴാണ് ഡബിൾ ഡഞ്ചന്റെ ആർക്കിടെക്ട് ആയ ക്യാൻഡിറുവിനെ ഈ ടാസ്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആഷ്ബോണിന്റെ ആഗ്രഹപ്രകാരമാണ് പാർട്ണർഷിപ്പിൽ ക്യാൻഡിറു ഇത് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതും ജിൻവുവിനെ ചൂസ് ചെയ്യുന്നതും. നിങ്ങൾക്കറിയാവുന്നതാണ്, ഹണ്ടേഴ്സിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആണ് ഈ റാങ്ക്. അതിലും വീക്കസ്റ്റ് ആയിരുന്നു സൺ ജിൻവു. ആഷ്ബോണിലെ പോലെ തന്നെ സ്വന്തം ഫ്രണ്ട്സാൽ ബിട്രേ ചെയ്യപ്പെട്ടതും പിന്നെ കുറെ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിലൂടെയാണ് ജിൻവോ കടന്നു പോകുന്നത്. എല്ലാവരുടെയും മുന്നിൽ കളിയാക്കൽ ഏറ്റുവാങ്ങിയിട്ടും ഫിസിക്കലി ഇമോഷണലി വീക്കായിട്ടും അൺബ്രേക്കബിൾ വില്ല് കൊണ്ടും പ്രൊട്ടക്റ്റീവ് നേച്ചർ കൊണ്ടും വീക്കായിട്ട് പോലും സ്വന്തം ഫാമിലിയെയും ഫ്രണ്ട്സ്